ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമുമായുള്ള അഭിമുഖം തുടരുന്നു. ഓരോ സിനിമയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു റിതം അല്ല ഒരു പേസ് ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് എഡിറ്റിംഗ് രീതികളും മാറില്ലേ? എന്താണോ ഒരു സിനിമയുടെ പ്രമേയം ആവശ്യപ്പെടുന്ന ഒരു ട്രീറ്റ്മെന്റ്, അത് നമുക്ക് എങ്ങനെ എഡിറ്റിംഗിൽ കൊണ്ടുവരാൻ പറ്റുക? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും മാറും. അതൊരു ഉദാഹരണം പറയാമോ, 2 സിനിമകൾ വെച്ചിട്ട്? ഞാൻ ജോർജ് സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ജോർജ് സാറ് മറ്റേ ഉദയകൃഷ്ണ സിബിൻ അവരൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വർക്കിന് വരുന്നത്. ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് റൺവേ ആണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല സാറ് എഡിറ്റിങ്ങിന് പോകേണ്ട, രഞ്ജേട്ടൻ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തരും, സാറ് കണ്ടിട്ട് നീ കർഷകൻ്റെ പറഞ്ഞാൽ മതി ചെയ്ത് തന്നോളൂ. അപ്പോൾ എന്തായാലും എന്നെ എഡിറ്ററായിട്ട് വെക്കാൻ തീരുമാനിച്ചു. എന്നോട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ള ഉപയോഗിച്ചത് തന്നെ. അപ്പം വേണ്ട, ഞാൻ അവിടെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. എഡിറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം പടം കാണാൻ വരുന്ന ദിവസം പരീക്ഷ എഴുതിയിട്ട് മാർക്ക് റിസൾട്ട് നോക്കിയിരിക്കുന്ന കുട്ടിയെ പോലെ പേടിച്ച് കുറച്ചിരിക്കുകയാണ്. ഒന്നാമത് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ പടത്തിന് എഡിറ്റിംഗ് സമയത്തിൽ അവിടെ AVM സ്റ്റുഡിയോയിലോ വരാന്തയിലോ മാസക്കണക്കിന് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഓരോ പടത്തിൻ്റെ എഡിറ്റിംഗ് ഫുൾ ടൈം അദ്ദേഹം അവിടെ പ്രസൻ്റ് ആയിട്ട് ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുമ്പം ഇപ്പോൾ ഈ റൺവേ തന്നെ എഡിറ്റിംഗ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ സാറ് എന്ന് പറഞ്ഞ്, എൻ്റെ കരിയറിൽ ഫസ്റ്റ് ടൈം ആണോ ഈ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പ്രസൻസിൽ ഞാൻ ഒരു ഷോട്ട് പോലും എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതാണ്. റൺവേ തന്നെ സാർ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഗംഭീരമായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സാറ് പറയുന്നത് സത്യത്തിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ താൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, അപ്പോൾ താൻ ഒരേ സമയത്ത് 2 പടം വന്നാൽ എന്ത് ചെയ്യും? രാവിലെ ഒരു പടം, ഉച്ചയ്ക്ക് ഒരു പടം, അങ്ങനെ ചെയ്യുമെന്ന്. മുമ്പ് അങ്ങനെയായിരുന്നു. എല്ലാ എഡിറ്റേഴ്സും തിരക്കാർ എഡിറ്റേഴ്സ് ചെയ്യുന്ന അങ്ങനെ, രാവിലെ ഒരു 4 മണിക്കൂർ ഒരു പടം, അത് കഴിഞ്ഞ് വേറൊരു പടം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു പടം. ഇവർ മൂവികളെ മാർക്ക് ചെയ്യും, അസിസ്റ്റൻസിന് കട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കും, അവർ കട്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും കാണിച്ചു അതിൽ കറക്ഷൻസ് ഒന്നും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ ഒരു പടം ഉച്ചയ്ക്ക് ഒരു പടം ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല സാർ എന്ന് പറഞ്ഞു. ഞാനൊരു ഡയറക്ടറോട് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. കാരണം ഒരു പടം ആ കഥയും അതിൻ്റെ താളവും കാര്യങ്ങളും ഡിഫറെൻ്റാണ്. അടുത്ത സബ്ജക്റ്റ് വേറെയാണ്, അതിൻ്റെ ഒരു റിതം വേറെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു എഡിറ്റിംഗ് മൂഡ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരേ സമയം രാവിലെ ഒരു പടം ഉച്ചയ്ക്ക് ഒരു പടം ചെയ്യുന്ന ഒരിക്കലും മാനസികമായിട്ട് അത് ശരിയാവില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് ഫൈനൽ എഡിറ്റിംഗ് സമയത്ത് ഒരു കാരണവശാലും ഒരേ സമയം 2 പടം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില പ്രൊഡ്യൂസേഴ്സിന് ചിലപ്പോൾ അസ്വസ്ഥത തോന്നും. ഞാൻ പറഞ്ഞു, സോറി, യു ഹാവ് ടു വെയിറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരിക്കൽ അതിനൊരു ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം, ഇപ്പോൾ കുഞ്ഞുള്ളത് പറഞ്ഞ ഒരു പടം ഉണ്ടായിരുന്നു, അതുപോലെ ഹൃദയം. ഈ 2 പടവും, ഹൃദയത്തിന് ഫസ്റ്റ് ഹാഫ് റെഡിയായിരുന്നു, കുഞ്ഞുള്ളതോ പടം. ഈ 2 പടം വിനീത് ശ്രീനിവാസനും കുഞ്ഞുങ്ങളുടെ ഡയറക്ടറും കൂടെ മാത്തുക്കുട്ടി വെട്ടി വെച്ച് ഇവർ പടം കണ്ടു. ഒരു ദിവസം കാണുകയാണ്. കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജേട്ടാ, കുഞ്ഞേട്ടാ ഭയങ്കര ലാഗായിട്ടുണ്ടല്ലോ, ഭയങ്കര സ്ലോ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ശരി. എന്നിട്ട് അപ്പോൾ ഇവർ ഹൃദയം കണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് പടമാണ് ആദ്യം കണ്ടതെന്ന് ചോദിച്ചു. ഹൃദയമാണോ കുഞ്ഞുഹൃദയമാണോ പറഞ്ഞു. ഹൃദയമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു, ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതെന്താ? കാരണം ഹൃദയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതൊരു എൻ്റർലി ഡിഫറൻ്റ് ആണ്. അത് വേറൊരു പേസിലുള്ള പടമാണ്. ഹൃദയം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വിനീതിനോട് പറഞ്ഞു വെച്ചാൽ, വിനീത് ഫസ്റ്റ് 20 മിനിറ്റ്സ് പടം ഒരു സൂപ്പർ ഫാസ്റ്റ് പോക്കായിരിക്കും പോകുക എന്ന് പറഞ്ഞു. അതങ്ങനെ പോകാം, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രീറ്റ് ചെയ്തപ്പോഴാണ് അത് അത്രേ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ആ ക്യാമ്പസ് ഏരിയകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, പടത്തിന് ബാധിക്കില്ല എന്നറിയാം. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആ ഒരു പേസിൽ പോകാൻ പറ്റാത്തൊരു സിനിമയാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ അധികവും മെയിൻ സ്ട്രീമിലാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്, മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ മൂവീസിലാണല്ലോ വർക്ക് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഈ ഓഫ് ബീറ്റ് ഈ പേഴ്സണൽ ഫിലിംസിൽ വർക്ക് ചെയ്യുമ്പോണ്ടായ അനുഭവം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ഏറ്റവും ഓർക്കാൻ വരുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു പടം പ്രദീപ് നായർ ഡയറക്ടറാണ്. അപ്പോൾ ആ പടം വർക്ക് ചെയ്യുമ്പം എനിക്ക് സത്യത്തിൽ മനസ്സിൽ ഭയങ്കര ആശങ്കകളുണ്ടായിരുന്നു. ഒരിടം എന്ന് പറഞ്ഞൊരു ഗീതു മോഹൻദാസ് ആയിരുന്നു നായികയായിട്ട് അഭിനയിച്ച്. പക്ഷെ ഞാൻ എന്തായാലും ചെയ്തു. ഇപ്പോൾ അവർ പറഞ്ഞു ഇത് ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഏറ്റവും സന്തോഷം ഐസക് സാറ് കൊട്ടുകപ്പള്ളി, അദ്ദേഹമായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതേപോലെ രഞ്ജ സീനൊക്കെ എന്ത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇതേ സത്യം പറഞ്ഞാൽ ഞാനൊരു പൂഴിയങ്ക നടത്തിയത്. അതിന് തുടർന്ന് ആ ധാരയിലുള്ള സിനിമകൾ വന്നിരുന്നു? അങ്ങനെയൊന്നും വന്നില്ല. അതേപോലെ ഒന്നും അന്വേഷിച്ച് വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് എൻ്റെ എഡിറ്റ് ഇഷ്ടപ്പെട്ടുണ്ടാവില്ലായിരിക്കാം. പിന്നെ പൊതുവെ ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് സമയം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്. എൻ്റെ ഒരു
നമ്മൾ ഈ ഡേറ്റ് വെച്ചിട്ട് ഇന്ന സമയത്ത് ചിലരൊക്കെ എന്നാ വെച്ചാൽ മിക്കവാറും ഈ അവാർഡ് സിനിമകളൊക്കെ ഡിസംബർ മാസത്തിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്തിട്ട് വന്ന് ചോട്ടനെ പെട്ടെന്ന് 30 മുമ്പ് സെൻസർ എടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനൊക്കെ അവർക്കറിയാം എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പം ഞാൻ അതുപോലെ പലരും സോങ്സൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത ഉടനെ വേണമെന്നൊക്കെ പറയും, ആദ്യം നമുക്ക് റിലീസ് ചെയ്യാൻ വേണം. ഞാൻ ഒരിക്കലും എഡിറ്റ് ചെയ്യില്ല. ഡയമണ്ട് നെക്ലസ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ച് പറഞ്ഞ് രഞ്ജിത്ത് സോങ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വേഗം റെഡിയാക്കി തരാൻ നമുക്ക് ആദ്യം അത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല ഞാനില്ല. അപ്പോൾ അവിടെ നിന്ന് അവർ ദുബായിലുള്ള ഷൂട്ട് നടക്കുന്നത്. അവിടെ നിന്ന് ലാലുവിൻ്റെ കിടക്കെന്ന് പറഞ്ഞ് ലാൽ ജോസിനൊക്കെ പറഞ്ഞ് ഇതുവരെ രഞ്ജന ഒന്ന് പാട്ട് എഡിറ്റ് ചെയ്ത് തന്നില്ലെന്നാണ്. വിളി തിരിച്ചാണ് പറഞ്ഞാൽ അയാൾ ഇത് ഇപ്പോഴൊന്നും എഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല, അയാൾ പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് എഡിറ്റ് ചെയ്യുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ? നമ്മൾ പടം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ലാൽ ജോസിൻ്റെയൊക്കെ പടത്തിലൊക്കെ വെച്ചാൽ ഇതൊരു കോറിയോഗ്രാഫി സോങ്ങാണ്, നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ജിമിക്ക് പോലുന്ന പാട്ട് അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, കാരണം അതൊരു സെപ്പറേറ്റ് ഒരു കോറിയോഗ്രാഫി സോങ്ങാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ സീക്വൻസ് സോങ് ആയിരിക്കും. അപ്പോൾ ആ കഥയുടെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഫീലിൽ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. ഈ സിനിമയുടെ ഒരു പൊതു രീതിക്ക് അനുസരിച്ചിട്ട് വേണം പാട്ടുകൾ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ പുതിയ അറിവുകളാണ്. അതുപോലെ ഈ ഫാസ്റ്റ് കട്ടിങ് അങ്ങനെയാണോ താളം തീരുമാനിക്കുന്നത്? സോങ് പിക്ചറൈസേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, ഈ സംഘടന ചെയ്യുന്ന രീതി, നമ്മുടെ ക്ലൈമാക്സ്, അതിനൊക്കെ പല പല പാറ്റേണുകളാണോ ഉപയോഗിക്കുന്നത്? പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒറ്റ പാറ്റേണേ ഉള്ളൂ. സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്ന ആള് ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണു മാറ്റാൻ തോന്നരുത്. എൻ്റെ വാശി അതാണ്. ഒരു മൊബൈലിൽ കോൾ വന്നാൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് നോക്കാൻ തോന്നിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വാശി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി, അതിന് എന്ത് സ്പീഡ് വേണം വേണ്ട എന്നുള്ളത്. ഇപ്പം ചിലപ്പോൾ ചില ഷോട്ടൊക്കെ ഞാൻ വളരെ ലെങ്തി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതിനൊന്നും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ പ്രേക്ഷകന് എൻഗേജ്ഡ് ആയിരിക്കണം. ഇപ്പോൾ അയാളും ഞാനും തമ്മിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സമ്പ്രദാസിനെ പിടിച്ചു വലിച്ച രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ഒരു ഷോട്ടുണ്ട്. അതുകൊണ്ട് 1.5 മിനിറ്റോളം ഉണ്ടെന്നാണ് തോന്നുന്നത് ആ ഷോട്ട് ആക്ച്വലി. അത് അപ്പോൾ എന്നോട് അത് മ്യൂസിക്കായിട്ട് പറഞ്ഞ് രഞ്ജൻ എന്താണ് ഇത് കാണിക്കുന്നത്, ഇത്രയും ലെങ്തി ആയിട്ടൊക്കെ ഷോട്ട് വെച്ച് എങ്ങനെ ചെയ്യാനാണ്, അത് ഇൻ്റർകട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കൊക്കെ ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അവനെ ചേട്ടാ ഒരു കുഴപ്പമില്ല, നന്നായിരിക്കും, തിയേറ്ററിൽ ആളിരിക്കുമെന്നൊക്കെ ചോദിച്ചു. ഇദ്ദേഹം ഞാൻ അവനെ തിയേറ്ററിൽ ആളിരുന്നോളും, എൻജോയ് ചെയ്തോളും, നിങ്ങൾ അതിനകത്ത് ഒരു മ്യൂസിക് നന്നായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതി, ഒരു ഇഷ്യൂ ഇല്ല, ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയിക്കോളും. അപ്പോൾ അത് ഒരു പ്രശ്നവും ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് ഉണ്ടായില്ലല്ലോ, അതിന് ഒരു വിഷയം ഉണ്ടായില്ല. ഇല്ല, ഭാവം ഈ ആസ്വാദക മനസ്സിലിങ്ങനെ സംക്രമിപ്പിക്കാൻ ചില ഷോട്ടുകൾ വേണ്ടി വരും. അതിൻ്റെ ലെങ്തിൽ ഇപ്പം ഹൃദയത്തിൽ തന്നെ മായ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിനകത്ത് പ്രണവിനെ പിടിച്ച് തള്ളിയിട്ട് അവർ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നുണ്ടല്ലോ. അവരുടെ അച്ഛൻ മരിച്ച ദിവസം രാത്രിയിൽ അപ്പോൾ ഇവിളി ചോദിക്കുന്നുണ്ട്, ദർശനെ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രണവിനെ പിടിച്ച് തള്ളി പുറകോട്ട് മാറ്റി വിട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ പ്രണവ് അതിനകത്ത് സോറി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആ സോറി വേണ്ട എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞു. അപ്പോൾ സോറി പറയുമ്പോഴേക്കും അത് ഡൗണായി പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സോറി ഇല്ലാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ സൈലൻ്റായിട്ട് നിൽക്കുന്നപ്പോൾ തന്നെയുള്ള ഒരു ഫീല് ഭയങ്കരമായിരുന്നു. എന്നിട്ട് ഇവളെ പിടിച്ച് പുറത്തോട്ട് തള്ളിയിട്ട് ഇവൾ നടന്നു പോയി അങ്ങേറ്റത്ത് പോയി നിൽക്കുന്നത്. ശരിക്കും 3-4 ഷോട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡബിങ്ങിനൊക്കെ വിടുന്ന സമയത്തൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനൽ എഡിറ്റ് സമയത്ത് എനിക്ക് തോന്നി അതിൻ്റെ ഒരു ആവശ്യമില്ല, അത് അതിനൊക്കെ നല്ല ഒറ്റ ഷോട്ടിൽ അവൾ അവിടെ പോയി നിന്നു, അവളെ കൂടെ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മൂഡ് വരുന്നത്, നമ്മളതനുസരിച്ചൊക്കെ ചെയ്തു പോകുന്നു, അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു ഒരു പ്രത്യേക ഡയലോഗ് വേണ്ടാന്ന് വെക്കുന്നു, വേണ്ടാന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ട് അത് പിന്നീട് ആ സംവിധാനം കാണുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുക, അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സംവിധായകന്റെ പേര് പറയണമെന്നില്ല, ഞാൻ ചോദിച്ചു. ഇല്ല, അതൊരിക്കലും ഉണ്ടാവാറില്ല. കാരണം വെച്ചാൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ എൻ്റെ വിജയം. ഇപ്പോൾ വിക്രമാദിത്യൻ സിനിമയിലൊരു മനോഹരമായ ഒരു പാട്ട് ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇക്ബാൽ കുറ്റിപ്പാറം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ പാട്ട് എന്തായാലും വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ത് വന്നാലും ആ പാട്ട് പടത്തിൽ വെക്കില്ല, കാരണം അത് പടത്തിന് ശരിയാവില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇക്ബാലിൻ്റെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡോക്ടർ വിഷമമൊന്നും വിചാരിക്കരുത്, ഞാൻ പടത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇല്ല രഞ്ജൻ, എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ നോൺ ലീനിയർ എഡിറ്റിംഗിലേക്ക് വന്നപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടാവില്ലേ? പണ്ട് ഈ ഫിലിം അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഇതിൻ്റെ നിർമ്മാണ ചെലവ് കൂടി വരിക. ഈ കോസ്റ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും ശരിക്കും എല്ലാവരും മിസ്ഗൈഡ് ചെയ്യാണ് ചെയ്തത്. അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. ഫിലിം ഒരുപാട് എക്സ്പോസ് ആവുമല്ലോ എന്ന് കരുതി ഒരു കറക്റ്റ് പ്ലാനിങ്ങിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് മാറിയിട്ട് ഡിജിറ്റലല്ലേ എന്ന് വിചാരിച്ച് അങ്ങ് എടുത്തു പോകും,
ഈ പാവപ്പെട്ട എഡിറ്റർ ആരും ആലോചിക്കുന്നില്ല അല്ലേ? ആലോചിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അന്നത്തെക്കാളും ഭയങ്കര സ്ട്രെയിനാണ് ഇന്ന് ഫിലിം എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആവശ്യത്തിലേറെ കണ്ടന്റ് ഷൂട്ട് ചെയ്യും. അതിനകത്ത് നിന്ന് എത്ര യൂസബിൾ ആണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വളരെ അപൂർവം ചില ഡയറക്ടേഴ്സാണ് അത് അങ്ങനെ ആലോചിച്ചെടുക്കുന്നവർ വളരെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ റീടേക്കുകളുടെ എണ്ണമൊക്കെ കൂടി ഉണ്ടാവില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും. പണ്ട് ആ ഫിലിം വാങ്ങിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു, ഇപ്പോഴേ അതില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം ക്യാമറകൾ തന്നെ പല പല പുതിയ പുതിയ ക്യാമറകൾ വരും, പുതിയ പുതിയ ലെൻസസ് വരും. അതിനൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ട്, അതിന് റെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഫിലിം മാറിയെന്ന് കരുതി. ഒരു ഫിലിം ഡയറക്ടർ ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മദ്രാസിലേക്ക് വണ്ടി കയറിയത്. ഇനി അത് വേണ്ടെന്നാണോ? പേടിയായിപ്പം. അത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ജോലി അല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് അതിന്റെ ഒരു ഗ്ലാമർ കണ്ട് വന്നതായിരിക്കും അല്ലേ സംവിധായകൻ? ഗ്ലാമർ കണ്ടല്ലോ, ഞാനന്ന് പറഞ്ഞല്ലോ സിനിമയിലൊരു ജോലി വേണമെന്ന് മേടിച്ചു തരാമെന്ന് ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കാശ് കൂടുതൽ കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചു, അവന് ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അഭിമുഖം കേട്ട ആൾക്കാർക്ക് ഈ ഒരു എഡിറ്ററുടെ റോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ടാവും. ശരിക്കും ഒന്ന് ചുരുക്കി പറയാമോ നമ്മുടെ സാധാരണ പ്രേക്ഷകന് അല്ലെങ്കിൽ സാധാരണ ശ്രോതാവിന് വേണ്ടിയിട്ട് ഈ എഡിറ്റിംഗ് എന്നുള്ളൊരു കല ഈ ഒരു ഘട്ടങ്ങളിലൂടെ, അതായത് സ്ക്രിപ്റ്റ് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഒരു ഫിലിം തിയേറ്ററിൽ എത്തുന്നവരെ അതിനുള്ളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തു, ഒന്നാമത് ഓരോ സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല ഒത്തിരി ഷോർട്സുകളും ഉണ്ടാവാം. അപ്പം എന്നെ സംബന്ധിച്ച് ഓരോ സീനിനും ഓരോ കഥയുണ്ടാവും. അപ്പോൾ ആ സ്ക്രിപ്റ്റിലും ഉണ്ടാവും അത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഷോട്ടുകളിൽ നിന്ന് ആ സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇപ്പം നമ്മൾ പേന കൊണ്ട് ഒരു സീൻ എഴുതുന്ന പോലെ തന്നെ ഞാൻ വിഷ്വലി ആ സീൻ എഴുതുവാണ്. പിന്നെ ഇത് മൊത്തം ടോട്ടൽ പടം കൂട്ടി വെപ്പിച്ച് കഴിയുമ്പം ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും തീർച്ചയായിട്ടും അപ്പോൾ ഈ പടം ശരി പ്രേക്ഷകന് ആസ്വദിക്കാൻ ഇത്രയും വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഓർഡറിൽ നമുക്ക് മാറ്റം വരുത്താം. ഓർഡർ മാറ്റും. അത് ശരി. ആ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഉള്ള ഒരു ഓർഡറിൽ കാണുമ്പം ചിലപ്പോൾ നന്നായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു ഫീലിംഗ് കുറവുണ്ട്. ആ ഒരു ഫീലിംഗ് കുറവ് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓർഡർ മാറ്റേണ്ടി വരും. ഇപ്പോൾ സംവിധായകനേക്കാളും വലിയ കാര്യങ്ങളാണ് ഈ അദൃശ്യ സാന്നിധ്യം നിർവഹിക്കുന്നത്. ശരിക്കും നല്ലൊരു എഡിറ്റർ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കിനെ കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും എനിക്കറിയില്ല, എവിടെ നിന്നും ഒരു അദൃശ്യമായിട്ട് എനിക്ക് എന്തായാലും സംഗീതത്തിലൊരു താല്പര്യമുണ്ട്. എഡിറ്റ് ചെയ്തതിന് ശേഷമല്ലേ ഇതൊക്കെ അതൊക്കെ ചെയ്യുക. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓരോ സബ്ജക്റ്റിനനുസരിച്ചുള്ള ഒരു മ്യൂസിക് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം നമ്മൾ ഫിലിം എഡിറ്റ് ചെയ്യുമ്പോഴും. അപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ കറക്റ്റായ ഒരു ടൈമിങ്ങിൽ മ്യൂസിക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, രഞ്ജൻ്റെ കൂടെ രഞ്ജൻ എഡിറ്റ് ചെയ്ത പടം മ്യൂസിക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കറക്റ്റ്. ഈവൻ വിദ്യാസാഗറായാലും അദ്ദേഹമൊക്കെ അത്രയും വലിയൊരു കഴിവേറിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. എന്നാലും അത് നമുക്കൊരു വലിയൊരു എൻകറേജിങ് കാര്യമാണ്. പല സന്ദർഭങ്ങളിൽ എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡയമണ്ട് നെക്ലസിലായാലും അതിനകത്ത് ഫഹദ് ഫാസിൽ അരഞ്ഞു നടക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ സോങ് ഇല്ലായിരുന്നു. പക്ഷേ റീറെക്കോർഡ് സമയത്താണ് അപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു നമുക്കൊരു സോങ് അവിടെ ഇട്ട് ആ ഒരു സോങ് റെക്കോർഡ് ചെയ്ത് ഇടുമ്പോൾ പ്ലേസ് ചെയ്ത് കാണുമ്പോൾ വളരെ കറക്റ്റ് താളം, ആ ചേഞ്ച് ഓവർ കറക്റ്റായിരുന്നു. ജോസും ഞാനും കൂടെയാണ് വിദ്യാസാഗർക്ക് ഇത് കേൾക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിദ്യ കറക്റ്റ് ടൈമിങ് നീ അതേപോലെ എഡിറ്റ് പണിയാച്ചില്ലേ അതിനതാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ കൂടെ പല പടങ്ങളും അപ്പം ഹൃദയം ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്പോൾ അതിനിടയ്ക്ക് പാരലായിട്ട് വിനീത് മ്യൂസിക് ഡയറക്ടർക്ക് നേരത്തെ സീക്വൻസ് പറഞ്ഞ് അതിനുള്ള മ്യൂസിക്കൊക്കെ പല സീക്വൻസിനും ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഡബ്ബിംഗ് തിയേറ്ററിൽ ഈ മ്യൂസിക് പുള്ളി സൗണ്ട് ട്രാക്കിൽ പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്ന് സീൻ കാണുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ വിനീത് പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു മാജിക് കാണാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സീക്വൻസ് എല്ലാം കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. മ്യൂസിക് ഡയറക്ടർ പിക്ചർ കണ്ടിട്ടില്ല, ഞാൻ മ്യൂസിക് കേട്ടിട്ടില്ല. പക്ഷേ ആ ഒരു കഥയ്ക്കനുസരിച്ചുള്ള ഫീലിംഗ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു ആ ഒരു ടൈമിങ്. അപ്പം എല്ലാവർക്കും അത്ഭുതമായി ഇപ്പോൾ ഇത് എങ്ങനെ സമയം. അപ്പം വിനീത് പറഞ്ഞ് എനിക്കിതിലൊരു ഞെട്ടലില്ല, ഞാനിത് തട്ടത്തിമറയത്ത് തൊട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എന്തോ ദൈവം നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നു, അത്രയേ ഉള്ളൂ. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും നാളെ തുടരും. അഭിമുഖം നിർവഹണം KV ശരത് ചന്ദ്രൻ. നിർവഹണ സഹായം SR മായ. ആർട്ട് കഫേ
കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ